പറഞ്ഞാൽ നമ്മൾ ബിഗ് ബോസിലേക്ക് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു റൊമാൻറ്റിക് സിനിമ കാണുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്, അനുഭൂതിയാണ്. കാരണം അവനെന്തേ കാണിക്കുന്നത്, അവൻ പെങ്കൂസനാണെന്ന് തോന്നുന്നു. അവൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മണപ്പിച്ച് നടക്കാനായിട്ട് ബിഗ് ബോസ് കൊള്ളാം. ഗബ്രി ജാസ്മിൻ അല്ലേ, അവരല്ലേ ബിഗ് ബോസ് നയിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്, അവരുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ സിജോ ഫാനാണ്. ഗബ്രിയെ ഇഷ്ടമാണ്, പിന്നെ ജാൻമണി ഇഷ്ടമായിരുന്നു, എന്തോ പുറത്തു പോയി. അതിലൊരു വിഷമമുണ്ട്, കാരണം ജാൻമണി വേണ്ടതായിരുന്നു. ഗബ്രി ജാൻസിൻ കോംബോ ഒക്കെ അടിപൊളിയാണ്, സീനുകളൊക്കെ നല്ല അടിപൊളിയാണ്. ഒരു ദിവസം നമ്മൾ എന്താണ് റൊമാൻറ്റിക് സിനിമ കാണുന്ന പോലെ ഫീലിംഗ് ആണ് അത് കാണുമ്പോൾ. ഒരു നല്ലൊരു പ്രണയത്തിൻ്റെ ഇത് നമ്മൾ അനീതി പ്രാവ് കാണുന്ന പോലെ, കുഞ്ചാക്കോവനും ശാലിനിയും പോലെ ഗബ്രിയും അതേപോലെ പിന്നെ തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബിഗ് ബോസിലേക്ക് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു റൊമാൻറ്റിക് സിനിമ കാണുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്, അനുഭൂതിയാണ്. അത്ര നല്ല ഒരു കോമ്പിനേഷൻ അല്ല, കുഞ്ചാക്കോവനും ബേബി ശാലിനിയും മമ്മൂട്ടിയും ശോഭന അതേപോലെയൊക്കെ ഒരു കോമ്പിനേഷനാണ് അവർ തമ്മിൽ. കോമ്പിനേഷൻ സിജോ തന്നെ. സിജോ ഇതിനകത്ത് വെറുപ്പിക്കുന്ന എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ്റെ പേര് മറന്നു, ഈ മുടിയൊക്കെ ഇട്ട് ആട്ടുമല്ലോ, അവൻ ചുമ്മാ എന്തൊക്കെ ഇട്ട് കാണിക്കുന്നു, മുടിയൊക്കെ ഇട്ട്. പേര് ഞാൻ മറന്നുപോയത്, ഒരു മുടിയുള്ള ഒരുത്തനുണ്ടല്ലോ, പിന്നെ ചുരുണ്ട് സ്പ്രിങ് പോലെ ഒക്കെ ഇട്ടേക്കുന്നത്. അതൊന്നും വലിയ ഇതൊന്നുമില്ല. അപ്പാട് അതിനകത്ത് ഇഷ്ടപ്പെട്ട ഇതേ ഉള്ളൂ. ഫസ്റ്റ് സിജോ ആണ്. സിജോ ആണ് ഫ്ലാറ്റും കൊണ്ട് അതിനകത്ത് വരത്തുള്ളൂ, വേറെ ആരും വരത്തില്ല. കാരണം അതേപോലെ വർക്ക് ചെയ്യുന്നവരെ വേറെ അതിനകത്ത് ആരുമില്ല സിജോ പോലെ. എങ്ങനെയുണ്ട് ബിഗ് ബോസ് ഞാൻ സാധാരണ കാണാറില്ലാത്തൊരു പ്രോഗ്രാമായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു സുഹൃത്ത് സിജോ ഈ ബിഗ് ബോസിൽ വന്നിട്ടാണ് ഈ ബിഗ് ബോസ് സീസൺ 6 കാണാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇതുപോലത്തെ ഒരു അഴിഞ്ഞാട്ടം, ഒരു മറ്റവനുണ്ടല്ലോ ഗബ്രിയും മറ്റേ എന്താ പേര് ജാസ്മിൻ, ഈ രണ്ടെണ്ണം കൂടെ ഇതിൽ നല്ലത് അഡൻസോളി എന്ന് പറഞ്ഞൊരു മറ്റേ ഇതും വെച്ചിട്ട് ഈ പരിപാടി നടത്തുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവർ തമ്മിലുള്ള ഈ ഒരു അഴിഞ്ഞാട്ടമാണ് ഇപ്പോൾ ഈ ബിഗ് ബോസ് 6 കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ കുറച്ച് നല്ല കണ്ടസ്റ്റൻസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. നമ്മുടെ സിജോ അതുപോലെ റോക്കി ആണെങ്കിലും നല്ലൊരു കണ്ടസ്റ്റൻസ് ആയിരുന്നു. പക്ഷേ അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെ ഇതിന് ഈ വൈറ്റ് കാർഡ് കിട്ടി വന്ന 2-3 പേരുണ്ടല്ലോ, വൈൽഡ് കാർഡ് കിട്ടി വന്ന 2-3 പേരുണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ സിബിൻ നല്ലൊരു കണ്ടസ്റ്റൻസ് ആയിരുന്നു. പക്ഷെ എന്താണോ പുള്ളിക്ക് സംഭവിച്ചതെന്ന് അറിയത്തില്ല. പക്ഷെ ഇതൊരുമാതിരി മറ്റേ പിന്നെ മലയത്തി പെണ്ണ് പിന്നെ മറ്റേ ഇവനുമായിട്ട് പോയി ഇതിനകത്ത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എന്തൊക്കെയോ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട് കേട്ടോ. അല്ല ആദ്യം പുറത്തു പോകേണ്ട ഈ 2 സാധനങ്ങളായിരുന്നു. പക്ഷെ അത് പോകാതെ കുറച്ച് നല്ല ആൾക്കാർ ഇതിനകത്ത് നിന്ന് പുറത്തു പോയെന്ന് വേണം പറയാൻ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. അത് തീർച്ചയായിട്ടും. കാരണം അവനെന്തേ കാണിക്കുന്നത്, അവൻ പെങ്കൂസനാണെന്ന് തോന്നുന്നു. അവൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മണപ്പിച്ച് നടക്കാനായിട്ട് എന്തായാലും പിന്നെ മറ്റേ അവൻ ഓടിയത് നന്നായി. ഈ ജാസ്മിനെ കെട്ടാനിരുന്നൊരുത്തൻ പിന്നെ ജീവനും കൊണ്ട് ഓടിയെന്ന് വേണം പറയാൻ. അല്ലാതെ അവൻ കൊങ്കൺ ട്രെയിനിന് തല വെച്ചാണ് കായിപ്പോയവൻ. തീർച്ചയായിട്ടും ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. വോട്ടിന് വേണ്ടി ഇവർക്ക് ആര് വോട്ട് ചെയ്യാനാണെന്ന് ഇവർക്ക് ആരും വോട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു. ഇവരെ പിടിച്ചു നിർത്തുന്നതിൽ ചില ഘടകങ്ങൾ ബിഗ് ബോസിലുണ്ടെന്ന് തോന്നുന്നു. കാരണം പ്രേക്ഷകരിങ്ങനെ നെഗറ്റീവ് പറയുമ്പോഴാണല്ലോ പിന്നെ ഇത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. അതിനുവേണ്ടി ആയിരിക്കും ഒരു പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു തോന്നുന്നു. ഒട്ടും ക്വാളിറ്റി ഇല്ല. കാരണം കണ്ട ആൾക്കാർ, ഞാൻ ഒരുപാട് റിവ്യൂസൊക്കെ കാണാറുണ്ട്, കണ്ട ആൾക്കാർ പറയുന്നത് ഇത്രയും നാളെ നടന്നതിൽ ഇതുപോലൊരു അഴിഞ്ഞാട്ടം വേറെ ഇല്ലെന്നാണ് പറയുന്നത്. കാരണം ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കിടപ്പറ രഹസ്യങ്ങൾ ഇങ്ങനെ വെളിവാക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയായിട്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ ഞാൻ പറഞ്ഞ ഇതിൽ 2 ഏതെങ്കിലും ഒരെണ്ണം പുറത്തു പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നന്നാകാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അവരവരുടേതായിട്ടുള്ള രീതിയിൽ കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇവർ 2 ഏതെങ്കിലും ഒരാൾ പുറത്തു, അവള് തന്നെ പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് ഇച്ചിരി കൂടെ തോന്നുന്നത്.